ആർ.പി. സിംഗ് ആൻഡ് പ്രഗ്യാൻ ഓജ. ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളായി ഇരുവരെയും ഈ നിമിഷം ഓർക്കാതിരുന്നാൽ അതൊരു നീതികേടാവും. സെലക്ഷൻ വട്ടമേശകളിലും ടീം മീറ്റിംഗുകളിലും ഇവരുയർത്തിയ ഉറച്ച ശബ്ദമാണ് മറ്റു പല പരിഗണനകളും മാറ്റിവെച്ച് ഇഷാൻ കിഷനെ ഇന്ത്യൻ ദേശീയ കുപ്പായത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ എന്നിവരിലും പരമാവധി യശസ്വി ജയ്സ്വാളിലേക്കും പോയിരുന്നൊരു ചർച്ചയിൽ ഇഷാൻ കിഷൻ എന്ന പേര് ആഡ് ചെയ്യുന്നത് അവരാണ്. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഇഷാൻ എന്ന ബാറ്ററുടെ ബാറ്റിംഗ് പ്രകടനം നേരിട്ട് വീക്ഷിച്ച ഇരുവരും ചെയർമാൻ അജിത് അഗർക്കർക്ക് മുന്നിൽ സ്ട്രോങ് മെസ്സേജാണ് നൽകിയത്. ഒരുപക്ഷേ ഏകദിന ടെസ്റ്റ് നായകൻ ശുഭ്മാൻ ഗില്ലിനെ മാറ്റി ഇഷാനെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതൊരു ഹൈ റിസ്ക് തീരുമാനമായിരുന്നുവെന്ന കാര്യം അവർക്കെല്ലാം നന്നായി അറിയാം. ചെറുതായൊന്നു പാളിയാൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ട കാര്യം. സെലക്ഷൻ കമ്മിറ്റി തന്നിലർപ്പിച്ച വിശ്വാസത്തോട് 100% നീതി പുലർത്തുന്ന പ്രകടനമാണ് അയാളുടെ ബാറ്റിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരം പിന്നിടുമ്പോഴും അതങ്ങനെ തെളിഞ്ഞു വരികയാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തൻ്റേത് തന്നെയാണെന്ന് ഇഷാൻ കിഷൻ വീണ്ടും തെളിയിക്കുന്നു. കോൺഫിഡൻസിൻ്റെ പീക്ക് എക്സിബിഷനായിരുന്നു പോയ ദിനം കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലെ അയാളുടെ ബാറ്റിംഗ്. ഒരുപക്ഷെ കിഷന് മുമ്പും ശേഷവും എന്ന നിലയിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് ഡിഫൈൻ ചെയ്യുന്നതിലും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ടോപ്പ് ഓർഡറിലെ ഇന്ത്യയുടെ ഇടങ്കയ്യൻ ട്രയോയെ നേരിടാൻ കൃത്യമായൊരു ബ്ലൂ പ്രിന്റുമായാണ് പാകിസ്ഥാൻ കളിക്കാനിറങ്ങിയത്. ഈ പിച്ചിൽ മുമ്പ് കളിച്ചുള്ള പരിചയവും ടോസിന്റെ അനുകൂലവുമെല്ലാം പാകിസ്ഥാന് പോസിറ്റീവ് ഘടകമായിരുന്നു. ക്യാപ്റ്റൻ സൽമാൻ അലി എറിഞ്ഞ ആദ്യ ഓവറിലെ അവസാന പന്തിൽ അഭിഷേക് ശർമ്മയെ തങ്ങളുടെ ട്രാപ്പിൽ പെടുത്താനുമായി. എന്നാൽ പാകിസ്ഥാൻ പഠിച്ച പാഠത്തിലെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു കിഷൻ. ഷഹീൻ ഷാ അഫ്രീദി എറിഞ്ഞ രണ്ടാം ഓവറിൽ ആദ്യ പന്തിനെ ഡീപ് സ്ക്വയർ ലെഗിലൂടെ ഗാലറിലെത്തിച്ച് ആദ്യ പന്തിൽ തന്നെ ഇഷാൻ കിഷൻ കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ് നൽകി. അഭിഷേകിനെ മടക്കി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാമെന്ന എതിരാളികളുടെ നീക്കത്തിനുള്ള കൃത്യമായ മറുപടി. അഫ്രീദിയെ കൊണ്ടുവന്നുള്ള പ്ലാൻ വർക്കാകാതെ വന്നതോടെ പവർ പ്ലേയിൽ സ്പിന്നർമാരെ മാത്രം ആശ്രയിക്കാനായിരുന്നു പിന്നീട് പാക് ക്യാപ്റ്റന്റെ പ്ലാൻ. കൊളംബോയിലെ സ്ലോ പിച്ചിൽ അയാൾക്ക് മുന്നിൽ പക്ഷേ കാര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ അബ്രാർ അഹമ്മദിനെയും സയ്യിം അയ്യൂബിനെയും മാറി പരീക്ഷിച്ച പാക് നായകൻ പവർ പ്ലേയിൽ ലക്ഷ്യമിട്ടത് ഇഷാൻ കിഷനെ മാത്രമായിരുന്നു. എന്നാൽ തൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ സ്വയം നവീകരിച്ചെത്തിയ ഇടങ്കയ്യൻ ബാറ്ററെയാണ് മത്സരത്തിൽ ഉടനീളം കണ്ടത്. പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ ആക്രമിച്ച അയാൾ മറ്റൊരു പിച്ചിലാണോ കളിക്കുന്നത് എന്ന് പോലും തോന്നിപ്പിച്ചു. തൻ്റെ സ്ട്രോങ് ഏരിയയായ ലെഗ് സൈഡിൽ മാത്രമല്ല, വീക്ക് ഏരിയയായ ഓഫ് സൈഡിലും ഇന്നലെ ഇഷാന്റെ പകർന്നാട്ടത്തിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. 40 പന്തിൽ 77 റൺസ് അടിച്ചെടുത്ത താരത്തിൻ്റെ 25 റൺസും ഓഫ് സൈഡിലൂടെയായിരുന്നു. ഓഫ് സൈഡിലേക്ക് പന്തെറിഞ്ഞ താരത്തെ ലെഗിലേക്ക് ഡ്രാഗ് ചെയ്യിച്ച് ട്രാപ്പിൽ കൊടുക്കാൻ പാക് സ്പിന്നർമാർ നിരന്തരം ശ്രമിച്ചപ്പോൾ ലേറ്റ് കട്ടിലൂടെയും കവർ ഡ്രൈവിലൂടെയും റിവേഴ്സ് സ്വീപ്പിലൂടെയും ബൗണ്ടറി പറത്തിയാണ് കിഷൻ മറുപടി നൽകിയത്. പാക് തീരുമാനങ്ങൾ പാളിത്തുടങ്ങിയതും കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് മാറിയതും ഇവിടം മുതലായിരുന്നു. ഓഫ് സൈഡിലെ തൻ്റെ ബലഹീനത ഇല്ലാതാക്കാൻ നെറ്റ്സിൽ കഠിനമായി പരിശീലിച്ചിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇന്നലെ കളത്തിൽ കണ്ടത്. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമുള്ള കിഷന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കൊളംബോയിലെ സ്ലോ പിച്ചിൽ സൂര്യകുമാറും തിലക് അടക്കം പ്രധാന താരങ്ങളെല്ലാം സ്ട്രഗിൾ ചെയ്തപ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ഇൻറ്റൻറ്റിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. മൈതാനത്തിൻ്റെ 4 ഭാഗത്തേക്കും റൺസ് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. 9ാം ഓവറിൽ ഇഷാൻ കിഷൻ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 88. അതുവരെ സ്കോർ ബോർഡിൽ ചേർന്നതിൻ്റെ 87% അയാളുടെ സംഭാവന തന്നെ. റൺ റേറ്റ് 10 മുകളിൽ. എന്നാൽ ഇഷാൻ കിഷൻ മടങ്ങിയതിന് ശേഷം സ്കോർ ബോർഡിൽ ചേർക്കാനായത് 87 റൺസ് മാത്രം. അതുവരെ 10.1 എന്ന റൺ റേറ്റ് പിന്നീടുള്ള 9 ഓവറിൽ 7.6 ഇടിഞ്ഞത്. 27 പന്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച ഇഷാൻ ഇന്ത്യ പാക് ലോകകപ്പ് മത്സരങ്ങളിലെ അതിവേഗ 50യും സ്വന്തം പേരിലാക്കി. ഇന്ത്യ പാക് 2020 മത്സരങ്ങളിലെ ഉയർന്ന സ്കോർ നേടാനുള്ള അവസരം 6 റൺസ് അകലെയാണ് താരത്തിന് നഷ്ടമായത്. പാകിസ്ഥാനെതിരെ മെൽബണിൽ 82 റൺസ് അടിച്ച വിരാട് കോഹ്ലിയാണ് ഇക്കാര്യത്തിൽ ഒന്നാമത്. മത്സരത്തിന് മുമ്പ് ഇന്ത്യൻ ബാറ്റേഴ്സ് വേഴ്സസ് പാകിസ്ഥാൻ സ്പിൻ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഇതിനനുകൂലമായ 6 സ്പിന്നർമാരെ പാക് ടീം കളത്തിലിറക്കുകയും ചെയ്തു. എന്നാൽ ഇഷാൻ കിഷന്റെ ഫിയർലെസ് ബാറ്റിങ്ങിന് മുന്നിൽ ആ നീക്കമെല്ലാം പാളിപ്പോയി. 37 പന്തിൽ 66 റൺസും ഇഷാൻ കിഷൻ അടിച്ചെടുത്തത് സ്പിൻ ബൗളർമാർക്കെതിരെയായിരുന്നു. അതായത് അബ്രാർ അഹമ്മദ്, ഷതാബ് ഖാൻ എന്നിവരുടെ 17 പന്തുകളിൽ നിന്നായി മാത്രം അടിച്ചെടുത്തത് 41 റൺസ്. പ്രേമദാസ സ്റ്റേഡിയത്തിലെ തന്നെ സ്പിന്നർമാർക്കെതിരായ രണ്ടാമത്തെ ഉയർന്ന ബാറ്റിംഗ് പെർഫോമൻസ്. മറ്റു ടീമുകൾക്കെതിരെ മികച്ച എക്കോണമിയിൽ പന്തെറിയുന്ന അബ്രാർ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് മുന്നിൽ തീർത്തും നിറമങ്ങുന്ന കാഴ്ച. ഇനി മറ്റൊരു കണക്ക് പരിശോധിക്കാം. 2023 അവസാനമാണ് ഇന്ത്യൻ ടീമിൽ നിന്നും ഇഷാൻ കിഷന് സ്ഥാനം നഷ്ടമായത്. ഈ സമയം താരത്തിൻ്റെ സ്ലോ ബോളർമാർക്കെതിരായ സ്ട്രൈക്ക് റേറ്റ് 138 മാത്രമായിരുന്നു. എന്നാൽ ടീമിലേക്കുള്ള മടങ്ങിവരവിൽ സ്പിന്നർമാരെ ആക്രമിക്കുന്നത് 214ലേക്ക് കുത്തനെ ഉയർന്നു. ഇഷാന്റെ ഇന്നിംഗ്സ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതായിരുന്നു. അയാളുടെ ഫിയർലെസ് സമീപനം തങ്ങളുടെ സ്പിന്നർമാരുടെ താളം തെറ്റിച്ചു. കളി മാറ്റിമറിച്ചത് ആ ഒരൊറ്റ ഇന്നിംഗ്സ് ആയിരുന്നു. മത്സരശേഷം പാക് പരിശീലകൻ മൈക്കെ ഹസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 2020 ഫോർമാറ്റിലുള്ള സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിലെ കിരീടത്തിലെത്തിച്ചതായിരുന്നു ഇഷാന്റെ കരിയറിൽ വഴിത്തിരിവായത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറായ ഇടങ്കയ്യൻ ബാറ്റർ 10 മത്സരങ്ങളിൽ നിന്ന് 197 സ്ട്രൈക്ക് റേറ്റിൽ 517 റൺസായിരുന്നു അടിച്ചുകൂട്ടിയത്.
ആഭ്യന്തര ക്രിക്കറ്റിൽ കണ്ടത് ഇഷാന്റെ മറ്റൊരു വെർഷൻ. അതുവരെയും ഇന്ത്യയുടെ T20 പ്ലാനിലുണ്ടായിരുന്ന ജിതേഷ് ശർമ്മയെയും ശുഭ്മാൻ ഗില്ലിനെയും മാറ്റി നിർത്താനുള്ള കാരണവും ഇഷാൻ കിഷന്റെ ഈ കണക്കുകളായിരുന്നു. അന്താരാഷ്ട്ര T20യിലേക്കുള്ള കംബാക്കിൽ എരിഞ്ഞു കത്തുകയാണ് ഇഷാൻ കിഷൻ. ഇതുവരെ 7 മത്സരങ്ങളിൽ നിന്നായി 53.28 ബാറ്റിംഗ് ശരാശരിയിൽ അടിച്ചെടുത്തത് 376 റൺസ്. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ. തുടർച്ചയായ 2ാം മത്സരത്തിലും ഡക്കായി അഭിഷേക് ശർമ്മ നിരാശപ്പെടുത്തുമ്പോഴും ആ ഫോമൗട്ട് ഇന്ത്യയെ ബാധിക്കാത്തതും ഇഷാന്റെ വിസ്ഫോടന ബാറ്റിംഗ് കൊണ്ടാണ്. ലെസ് ജോക്ക് മോർ റൺസ്. ടീമിലേക്കുള്ള മടങ്ങിവരവിൽ എന്തു മാറ്റമാണ് വരുത്തിയതെന്ന ചോദ്യത്തിന് ഇഷാൻ കിഷൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഇടവേളയിൽ അയാൾ സ്വയം നവീകരിച്ചിരിക്കുന്നു, പാളിച്ചകൾ പരിഹരിച്ചിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാമ്പിലെ വികൃതി പയ്യനിൽ നിന്ന് മികച്ചൊരു യൂട്ടിലിറ്റി പ്ലെയറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് T20 ലോകകപ്പിൽ കാണുന്നത്. കാത്തിരിക്കാം ഇഷാൻ കിഷന്റെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സിനായി.